ഏട്ടോ ഒരു വാടക കൊണ്ടുണ്ടത്രേ ഒരു ചെന്നായയാ. 2 മീൻ കൊടുത്താൽ ഇടിക്കാൻ റെഡിയാ. മീനിനെ എന്തിനാ ഇടിക്കുന്നത്? മീനിനെ അല്ലട്ടോ, നമ്മൾ പറയുന്ന ആളെ അങ്ങനെ ഇടിക്കുമെന്നാ. കിടില ചെന്നായല്ലേ ആ കുന്നില ഗുഹ. അങ്ങനെ മീനിനെ മാത്രം ഇടിക്കില്ല അല്ലേ? ആരെ വേണമെങ്കിലും ഇടിക്കും, പക്ഷേ അങ്ങർക്ക് അറ്റൻഷൻ കുറവാ. അത് നന്നായി. അറ്റൻഷനായി നിന്നാൽ ഇടിക്കാൻ പറഞ്ഞില്ലല്ലോ. അതെ, ശരിയാണ്. അതല്ല, ശ്രദ്ധ കുറവാണെന്ന്. ഒരു കാര്യത്തിൽ കുറെ നേരം ശ്രദ്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറയാനുള്ള കാര്യം വ്യക്തമായി തന്നെ പറയണം. അതൊക്കെ പറഞ്ഞുകൊള്ളാം. സൂത്ര സുഖത്തിന്റെ ഓപ്പോസിറ്റ് അല്ലേ അസുഖം? അതെ. എങ്കിൽ ടെൻഷന്റെ ഓപ്പോസിറ്റ് അല്ലേ അറ്റൻഷൻ? ദേ കിടിലന്റെ ഗുഹ എത്തി. ചേട്ടാ, ഞാൻ സൂത്രൻ. ഇതെന്റെ ഫ്രണ്ട് ഷേരു. ശരി. എന്നെ സ്ഥിരമായി ഇടിക്കുന്ന കടിയൻ സിംഹത്തെ ചേട്ടൻ ഒന്ന് കൈകാര്യം ചെയ്യണം. ഞാൻ പകുതിയെ കേട്ടുള്ളൂ. പിന്നെ എന്താ പറഞ്ഞത്? ശരിയാ, ചേട്ടന്റെ അറ്റൻഷൻ മൊത്തം പൊക്ക. ഞാൻ ഒന്നുകൂടി പറയാം. കടിയൻ എന്നൊരു സിംഹമുണ്ട്. അങ്ങനെ ഒന്നുകൂടി പറയാം എന്നുവരെ കേട്ടു. പിന്നെന്താ പറഞ്ഞത്? ഇത് പണിയാവും. ആദ്യത്തെ വാചകത്തിൽ തന്നെ കാര്യം ക്ലിയർ ആക്കണം. വേണമെങ്കിൽ ഇങ്ങനെ പറയാം. ഓ, മനസ്സിലായി. ചേട്ടാ, എന്നെ ഇടിക്കുന്ന കടിയനെ ചേട്ടൻ ഇടിക്കണം. ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. ചേട്ടാ, എന്നെ ഇടിക്കുന്ന കടിയനെ ചേട്ടൻ ഷറീനിനെ ഇടിക്ക. ചേട്ടാ, എന്നെ ഇടിയെന്നുവരെയാണത്രേ അങ്ങനെ കേട്ടത്. മൈ എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി. വേഗം നിങ്ങൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തോളുമോ?